ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവാചകരെ? ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇസ്ലാം 3 കാര്യങ്ങളാണ്. ഒന്ന്, തീബുൽ കലാമി, മധുരമായി സംസാരിക്കൽ, മാന്യമായി സംസാരിക്കൽ. 2, വൈതആമു തആം, മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കൽ, ഭക്ഷണം കൊടുക്കൽ. 3, വൈഫ്ശാഉ സലാമി, സലാമിനെ പരത്തൽ. ഈ 3 കാര്യങ്ങളാണ് ഇസ്ലാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതിൽ പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ മാന്യമായി സംസാരിക്കണം. ആരോട് സംസാരിച്ചാലും ആരെയും വെറുപ്പിക്കുന്ന വർത്തമാനമാവരുത്, മധുരമായിരിക്കണം. വിശന്നവരെന്നോ വിശക്കാത്തവരെന്നോ ഇല്ല, നാം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. വിശന്ന നിലയിൽ വന്നാൽ നമുക്ക് വെറുപ്പുള്ളവരാണെങ്കിലും ആഹാരം കൊടുക്കണം. 3, സത്യവിശ്വാസികൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നതിന് പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും സലാം പറയണം. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശിലകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തങ്ങളോട് ചോദിക്കപ്പെട്ടു, ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം ഏതാണ്? തങ്ങൾ പറഞ്ഞു, നമ്മുടെ കൈയുടെയും നമ്മുടെ നാവിൻ്റെയും ഉപദ്രവത്തിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരായിരിക്കണം. അതാണ് ഏറ്റവും ഉത്തമമായ ഇസ്ലാം. വീണ്ടും ചോദിക്കപ്പെട്ടു, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ് പ്രവാചകരെ? തങ്ങൾ പറഞ്ഞു, നീണ്ട നൃത്തമുള്ളതാണ് ഏറ്റവും നല്ല നമസ്കാരം. പെട്ടെന്ന് നമസ്കരിച്ച് തീർക്കലല്ല, മറിച്ച് ദീർഘനേരം നിന്നുകൊണ്ട് പടച്ചവൻ്റെ മുമ്പിൽ കൈകെട്ടി ഉടമയുടെ മുമ്പിൽ അടിമയിൽ നിൽക്കുന്നത് പോലെ നിന്ന് ദീർഘനേരം നിസ്കരിക്കലാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിങ്ങൾ അങ്ങനെയുള്ളവരിൽ പെടണം എന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ചോദിക്കപ്പെട്ടു, ഏറ്റവും ശ്രേഷ്ഠമായ സദഖ, ദാനം ഏതാണ്? തങ്ങൾ പറഞ്ഞു, ഇല്ലാത്തവൻ പ്രയാസപ്പെട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉയർന്ന സദഖ. ഇല്ലാത്തവർ, കഴിവില്ലാത്തവർ പ്രയാസപ്പെട്ട് ഞെരുങ്ങിക്കൊടുക്കുന്ന സദഖയാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സദഖ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് ചോദിക്കപ്പെട്ടു, ഈമാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏതാണ്? ഈമാനിൽ ഏറ്റവും ഉയർന്ന ഗുണം ഏതാണ്? അപ്പോൾ തങ്ങൾ പറഞ്ഞു, ക്ഷമിക്കലും വിട്ടുവീഴ്ച ചെയ്യലുമാണ് ഏറ്റവും നല്ല ഗുണം. ഈമാൻ്റെ ഏറ്റവും വലിയ ഗുണം ഏതാണ്? ക്ഷമിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇസ്ലാം എന്താണെന്ന് ചോദിച്ചു, 3 കാര്യങ്ങൾ പറഞ്ഞു. ശ്രേഷ്ഠമായ ഇസ്ലാം എന്താണെന്ന് ചോദിച്ചു, അതിലൊരു കാര്യം പറഞ്ഞു. ഏറ്റവും നല്ല നമസ്കാരം ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു. ഏറ്റവും ഈമാനിൽ വന്നതിന് ശേഷം ഏറ്റവും നല്ല ഗുണം ഏതാണെന്ന് ചോദിച്ചു, അതിനും 2 കാര്യങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്ന് ഉമൈർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ പിതാവിനെ ഉദ്ധരിക്കുന്ന ഹദീസിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.